എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 44, 45 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഭഗവാൻ സത്യഭാമയ്ക്ക് ഹിമാലയ പർവ്വതം കാണിച്ചു കൊടുത്തു എന്നാണ്. ആ പർവ്വതത്തിൻ്റെ മഹിമകളെ പറ്റിയിട്ട് അടുത്ത ശ്ലോകങ്ങളിലാണ് വരണത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുക ചെയ്തത്. ഇനി എന്തൊക്കെയാണ് ഹിമാലയത്തിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ്. നമുക്ക് 44ാമത്തെ ശ്ലോകം ആദ്യം പഠിക്കാം. അത്രാവിരാസീദചലാധിരാജ്യേ ഭവൗഷധം ദിവ്യമുമാഭിധാനം വിഷോപഭോഗേപി യദാനുഭാവാദഭൂതപീഡ ശശിഖണ്ഡചൂഡ. ചൊല്ലാൻ ഇത്തിരി കടുപ്പുള്ള ശ്ലോകമാണ്. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ പദച്ഛേദം നോക്കാം. അത്ര ആവിരാസീദ് അചലാധിരാജേ ഭവൗഷധം ദിവ്യം ഉമാഭിധാനം വിഷോപഭോഗേ അപി യദാനുഭാവാത് അഭൂത് അപീഡ ശശിഖണ്ഡചൂഡ. നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. വളരെ ഭംഗിയായിട്ട് ശ്രീപാർവതി ദേവിയെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണ്. ഹിമാലയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് പറയണതെന്ന് നോക്കാം. വളരെ സരസമായിട്ടുള്ളൊരു വിഷയവുമാണ് ശ്ലോകവുമാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്. അത്ര എന്ന് പറഞ്ഞാൽ ഈ ഹിമാലയത്തിൽ, അചലാധിരാജേ, അചലങ്ങൾ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളാണ്, ചലിക്കാത്തവ. പർവ്വതങ്ങളുടെ മറ്റൊരു പേരാണ് അചലം എന്ന്. അചലാധിരാജൻ എന്ന് പറഞ്ഞാൽ പർവ്വതശ്രേഷ്ഠൻ, പർവ്വതങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പർവ്വതം, അതായത് ഹിമാലയം. ഹിമാലയത്തിൽ ഭവ്യം ഉമാഭിധാനം ഭവൗഷധം ആവിരാസീത്. ഇവിടെയാണ് ഭവ്യം ഉമാഭിധാനം ഭവൗഷധം. ഭവ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും മംഗളകരമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഈ ലൗകിക ജീവിതത്തിൽ ഏറ്റവും വലിയ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് ഭവ്യം എന്ന് പറയുന്നത്. അത് ആ ഭവ്യമായിട്ടുള്ളത് എന്താണ്? ഉമാഭിധാനം ഭവൗഷധം. ഉമ എന്നു പേരുള്ള ഒരു ഭവരോഗ ശാന്തിക്കുള്ളൊരു മരുന്നുണ്ടായി എന്നാണ് പറയണത്. എത്ര ഭംഗിയായിട്ടാണ് അത് പ്രതിപാദിച്ചു കൊണ്ടുവരുന്നത്. ഹിമാലയത്തിൽ എന്ന് പറഞ്ഞാൽ ഹിമാലയം ഒരു പർവ്വതമാണെന്നുള്ളത് കൊണ്ട് അവിടെ മരങ്ങൾ, ഔഷധികൾ, അതുപോലെ വള്ളികൾ, മരുന്ന് ചെടികൾ, തിളക്കമുള്ള വൃക്ഷങ്ങൾ, ചെടികൾ, ഇങ്ങനെ പല പല വൃക്ഷങ്ങളുടെ തന്നെ പലതരത്തിലുള്ള വകഭേദങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ടെന്ന് കാളിദാസനൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു ഔഷധമാണ് എന്നുള്ള നിലയ്ക്കാണ് ശ്രീപാർവതി ദേവിയെ ഇവിടെ കവി വർണ്ണിച്ചു കൊണ്ട് വരുന്നത്. അതാണ് വളരെ സരസമായിട്ട് അർത്ഥം പറയാമെന്ന് പറഞ്ഞത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും മംഗളകരമായിട്ടുള്ള ഉമ എന്നു പേരുള്ളതായ ഒരു ഔഷധം കൂടി അവിടെ ഉണ്ടായി. മറ്റു കുറേ ഔഷധങ്ങൾ അവിടെ ഉണ്ട്, രോഗശാന്തികൾക്കായിട്ട് ഉപയോഗപ്പെടുന്ന എത്രയോ ഔഷധങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ ഉമ എന്നു പേരുള്ള ഒരു ഔഷധം കൂടി അവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ മറ്റ് ഔഷധങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ ഉമ എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കവിയുടെ ഒരു കഴിവ് തന്നെയാണത്, ഒരു പ്രതിഭ തന്നെയാണത്. ഇങ്ങനെ ശ്രീപാർവതി ദേവിയെ പറ്റിയിട്ട് വർണ്ണിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു വസ്തുവിനെ പോലെയാണ് വർണ്ണിക്കുന്നത്. ദേവിയെ പറ്റി വർണ്ണിക്കുമ്പോൾ ഒരു ഔഷധം ആയിട്ട്, ഭവൗഷധമായിട്ട്, ഈ ലൗകിക ജീവിതത്തിൽ നിന്നും മുക്തി നേടാനുള്ള ഒരു ഔഷധമായിട്ട് ദേവിയെ ഉപാസിച്ചാൽ മതി എന്ന് മനസ്സിലാക്കി തരുന്ന 2 വരി, അതാണിപ്പോൾ നമ്മൾ പറഞ്ഞത്. എന്നിട്ടോ ആ ദേവിയുടെ അനുഭാവം കൊണ്ട്, യഥാനുഭാവാത്, ആ ദേവിയുടെ അനുഭാവം കൊണ്ട്, സാമീപ്യം കൊണ്ട്, അല്ലെങ്കിൽ ദേവിയുടെ പ്രഭാവം കൊണ്ട് എന്നൊക്കെ പറയാം. യഥാനുഭാവാത്, ആ ദേവിയുടെ പ്രഭാവം കൊണ്ട്, കഴിവ് കൊണ്ട് എന്താ സംഭവിച്ചത്? വിഷോപഭോഗേ അപി ശശിഖണ്ഡചൂഡ അപീഡ അഭൂത്. ശശിഖണ്ഡചൂഡ, ശശിഖണ്ഡം ചന്ദ്രക്കല, ചന്ദ്രക്കല ധരിക്കുന്നവൻ ശ്രീപരമേശ്വരൻ. ശ്രീപരമേശ്വരന് പോലും യാതൊരു പീഡകളും ഉണ്ടായില്ല. ശശിഖണ്ഡചൂഡ അപീഡ, പീഡകളൊന്നുമില്ലാത്തൊരവസ്ഥയെ പ്രാപിച്ചു. അതെന്തിനാ അങ്ങനെ പറഞ്ഞതെന്നാണെങ്കിൽ അതിൻ്റെ തൊട്ടു മുമ്പേയുള്ള വാക്കാണ് വിഷോപഭോഗേ അപി. എന്താണ് വിഷോപഭോഗം എന്ന് പറഞ്ഞാൽ? വിഷം കഴിച്ചു എങ്കിൽ പോലും, വിഷം കഴിച്ചിട്ടുകൂടി ആ ചന്ദ്രകലാധരന് യാതൊരു പീഡകളും അനുഭവിക്കേണ്ടതായിട്ട് വന്നില്ല. ഭഗവതിയുടെ സാമീപ്യം കൊണ്ടാണ്, ഭഗവതിയുടെ കഴിവ്, അല്ലെങ്കിൽ ദേവി തന്നെ ഔഷധമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭം കവി ഉദാഹരിച്ചെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ.
ശ്രീപരമേശ്വരൻ കാളകൂട വിഷം പാനം ചെയ്ത കഥയൊക്കെ നമുക്കറിയാം. അമൃതമഥന സമയത്ത് ആദ്യം ഈ കടലിൽ നിന്ന് പൊന്തി വന്നു എന്ന് പറയുന്നുണ്ട്. വാസുകി തൻ്റെ വായിൽ നിന്ന് വമിപ്പിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ആ വിഷം, കാളകൂട വിഷം, വളരെ ഭീകരമായിട്ടുള്ളൊരു വിഷമായിരുന്നു. അത് ഭൂമിയിൽ വീണാൽ ഭൂമിക്ക് കേടാണെന്നുള്ളത് കൊണ്ട് ഭഗവാന് കൊടുക്കുകയാണ് ഉണ്ടായത്, ശ്രീപരമേശ്വരന് കഴിക്കാൻ കൊടുക്കുകയുണ്ടായത്. അങ്ങനെയാണ് അത് വിഷാന്നം കഴിക്കുക ഉണ്ടായതുകൊണ്ട് കഴുത്തിൽ ദേവി എന്ത് ചെയ്തു, ശ്രീപാർവതി കഴുത്തിൽ അമർത്തി പിടിച്ചിട്ട് അത് താഴത്തേക്ക് ഇറങ്ങാതെ നിർത്തി. അതുകൊണ്ടാണ് കഴുത്തിലൊരു നീല നിറം വന്നത്. അതുകൊണ്ട് നീലകണ്ഠൻ എന്ന് ഭഗവാൻ ശ്രീപരമേശ്വരന് പേര് വന്നത് അങ്ങനെയാണ്. അങ്ങനെ ആ ഒരു കഥയുടെ ഒരു സൂചനയാണ് ഇവിടെ നൽകണത്. അപ്പോൾ ഇത്ര കൊടും വിഷമാണ് ഭഗവാൻ കഴിച്ചതെങ്കിൽ പോലും ജീവഹാനി സംഭവിക്കാഞ്ഞത്, ജീവിതത്തിനൊരു കേടും സംഭവിക്കാഞ്ഞത് ഭഗവതിയുടെ സാന്നിധ്യം കൊണ്ടാണ്. ആ ഭവൗഷധം ജനിച്ചതെവിടെയാണ്? ഹിമാലയത്തിലാണ്. അതാണ് ഹിമാലയത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത. പലതുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേതായിട്ട് പറയേണ്ടതായ ഒരു ശ്രേഷ്ഠതയാണ് ഏറ്റവും വലിയ ഭവൗഷധമായിട്ടുള്ള ഉമ എന്ന് പറഞ്ഞ ആ ദേവിയുടെ, ഭഗവതിയുടെ സാന്നിധ്യം അവിടെ നിന്നാണ് ഉണ്ടായത് എന്നുള്ള കഥ. അപ്പോൾ ശ്രീപാർവതിയുടെ ശുശ്രൂഷ കൊണ്ട് ശ്രീപരമേശ്വരൻ വിഷം കഴിച്ചുവെങ്കിൽ പോലും രക്ഷപ്പെട്ടു. അപ്പോൾ വിഷമൊന്നും കഴിക്കാതെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ശ്രീപാർവതിയുടെ പാദസേവ കൊണ്ട് മോക്ഷം കിട്ടും, നല്ലൊരു ജീവിതം കിട്ടും എന്നുകൂടി നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാം. വിഷം കഴിച്ചവനെ പോലും രക്ഷിച്ചു. അപ്പോൾ വിഷം കഴിക്കാത്ത സാധാരണക്കാരായിട്ടുള്ളവരെ മുഴുവനും രക്ഷിക്കാൻ ദേവിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ദേവിയെ ആശ്രയിക്കേ വേണ്ടൂ, ദേവിയുടെ സാമീപ്യം ഉണ്ടാവേ വേണ്ടൂ. അത്രയ്ക്ക് ശ്രേഷ്ഠമായ, അത്രയ്ക്ക് മഹിമയേറിയ ഒരു ഔഷധമാണ് ഉമ എന്നാണ് പറയണത്. ആ ഉമയുടെ ജന്മം കൊണ്ട് ഹിമാലയത്തിന് പേര് കേട്ടു. ഇനി അടുത്ത ശ്ലോകം നോക്കാം. 45-ാമത്തെ ശ്ലോകം നോക്കൂ. അസ്മിൻ വഹന്തീം അമരസ്രവന്തീം സവർണതാ നിൻഹുതരൂപഭേദാം ദൃഷത്പ്രഹാരപ്രഭവഃ പടീയാൻ പ്രവാഹഘോഷഃ പ്രകടീകരോതി. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. അസ്മിൻ വഹന്തീം അമരസ്രവന്തീം സവർണതാ നിൻഹുതരൂപഭേദാം ദൃഷത്പ്രഹാരപ്രഭവഃ പടീയാൻ പ്രവാഹഘോഷഃ പ്രകടീകരോതി. ഈ ഹിമാലയത്തിൻ്റെ മറ്റൊരു സവിശേഷത, ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഉമ എന്ന് പറഞ്ഞ ഭവൗഷധത്തെ ജനിപ്പിച്ചു എന്നുള്ളതാണ്. അടുത്തത് എന്താണെന്ന് പറയാണ്. നമുക്കതിൻ്റെ അന്വയത്തിലേക്ക് കടക്കാം. ദൃഷത് പ്രഹാര പ്രഭവ പടീയാൻ പ്രവാഹഘോഷ അസ്മിൻ വഹന്തീം. ഈ ഹിമാലയത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഹിമാലയത്തിൽ നിന്ന് പുറപ്പെടുന്നതായ മറ്റൊരു വിശിഷ്ടമായിട്ടുള്ളൊരു വസ്തു അതെന്താണ്? അതാണ് ദൃഷത്ത് എന്ന് പറഞ്ഞാൽ പാറക്കൂട്ടങ്ങൾ, പാറക്കെട്ടുകൾ. അവയിൽ ചെന്ന് അലച്ച് ദൃഷത് പ്രഹാര പ്രഭവ, അതിൽ നിന്നും പുറത്തേക്ക് ഒഴുകി വരുന്നതായ പടീയാൻ, വളരെ ശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ പ്രവാഹഘോഷം, പ്രവാഹം, ഒഴുക്ക്. അതായത് നല്ല ഒച്ചയിൽ പാറയിലൊക്കെ തട്ടി തെറിച്ച് ചിതറി വീണുകൊണ്ടിരിക്കുന്നൊരു വലിയ പ്രവാഹം ആ ഹിമാലയത്തിൽ നിന്നും ഉദ്ഭവിക്കുന്നുണ്ട്. അതാണ് പറയാൻ വരുന്നത്. പ്രവാഹഘോഷ അസ്മിൻ, ആ പ്രവാഹഘോഷത്തെ വഹിക്കുന്നതായ വഹന്തീം, അസ്മിൻ വഹന്തീം സവർണതാ നിന്നുതരൂപഭേദാം അമരസ്രവന്തീം. ഇങ്ങനെ പാറയിലൊക്കെ തട്ടി ചിന്നിച്ചിതറി ശുദ്ധമായി ഒഴുകുന്നതായ ഒരു പുഴയുണ്ട് അതിൽ. അതാരാണ്? അമരസ്രവന്തി. അമരന്മാരുടെ ദേശത്ത്, അമരന്മാരുടെ നാട്ടിൽ മാത്രം ഒഴുകിക്കൊണ്ടിരുന്ന, എന്നാൽ ഇപ്പോൾ ഹിമാലയത്തിൽ കൂടി ഒഴുകിയിറങ്ങുന്നതായ അമരസ്രവന്തി എന്ന് പറഞ്ഞാൽ ദേവഗംഗ. ആ ഗംഗയും ഈ ഹിമാലയത്തിൽ കൂടെ തന്നെയാണ് ഒഴുകി വരണത്. അതാണ് വലിയൊരു പ്രവാഹഘോഷത്തെ വഹിക്കുന്നവളായ മറ്റൊരു പ്രത്യേകതയും കൂടി പറയാണ്. സവർണതാ നിന്നുത രൂപഭേദം. സവർണത എന്ന് പറഞ്ഞാൽ സമാനമായ വർണ്ണം. ആരുമായിട്ടാണ് സമാന വർണ്ണം? ഹിമാലയവുമായിട്ട് സമാന വർണ്ണം ധരിക്കുന്നതായ സവർണത നിന്നുത രൂപഭേദം. അതുകൊണ്ട് സവർണതയിൽ പെട്ടതുകൊണ്ട്, സമാനമായ വർണ്ണത്തിലായി ഈ നദിയും എന്നുള്ളത് കൊണ്ട് അറിയില്ല എവിടെയാണ് നദി എന്ന്, എവിടെയാണ് ഹിമാലയം എന്നുള്ളത്
അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ ഏത് പ്രദേശത്തു കൂടെയാണ്, ഏത് ഭാഗത്തു കൂടെയാണ് ഈ നദി ഒഴുകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരു പ്രവാഹം ഈ ഹിമാലയത്തിൽ കൂടി ഒഴുകുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു പേരാണ് അമരസ്രവം, അതായത് ദേവഗംഗ. അമരസ്രവന്തി പ്രകടീകരോതി. അപ്പോൾ എങ്ങനെയാണ് ഇത് സ്വയം ഞാൻ നദിയാണ് എന്ന് മനസ്സിലാക്കി തരുന്നത്? പ്രവാഹഘോഷമാണ്. ഈ ഹിമാലയ പർവ്വതം എവിടെയാണ്, അതിൻ്റെ ഏത് ഭാഗത്ത് കൂടെയാണ് ഈ നദി ഒഴുകണത് എന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാം ഒരേ നിറം, ചിലപ്പോൾ മഞ്ഞിൻ കട്ടകളൊക്കെ ഉണ്ടാവും ഈ ഗംഗയിൽ. അപ്പോൾ ഇത് നദിയാണ്, ഇത് പർവ്വതമാണ് അല്ലെങ്കിൽ ഹിമാലയമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ചിലയിടങ്ങളിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രവാഹത്തിൻ്റെ ശബ്ദം കേൾക്കാം. ഒഴുക്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് ഇവിടെ നദിയാണ് എന്ന് മനസ്സിലാവുള്ളൂ. ബാക്കി എല്ലാ ദിക്കിലും ഒരേപോലെയാണ്, അച്ഛനും മകളും ഒരുപോലെ. അപ്പോൾ ഹിമാലയത്തിൻ്റെ മറ്റൊരു പുത്രിയാണ് ഗംഗാനദി. ദേവലോകത്തിൽ കൂടെ സഞ്ചരിച്ചിരുന്നവളാണ്, ഇപ്പോൾ ഹിമാലയത്തിൽ കൂടെയും ഒഴുകി വരുന്നുണ്ട്. നമുക്കറിയാം ആ കഥയൊക്കെ, അതൊക്കെ ഇനി അടുത്ത ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നുണ്ട്. ഭഗീരഥൻ്റെ ഈ ഗംഗയെ കൊണ്ടുവരുന്ന കഥ. അപ്പോൾ ഈ ഗംഗ ഇപ്പോൾ ഹിമാലയത്തിൽ കൂടെ ഒഴുകി താഴേക്ക് വീഴുന്നുണ്ട്. പല സമയത്തും ഗംഗാ നദിയെ കാണാൻ പറ്റില്ല, ഒരേ നിറമായതുകൊണ്ട്. പക്ഷേ കേട്ട് മനസ്സിലാക്കാൻ പറ്റും നദിയുടെ ഒഴുക്കിൻ്റെ ശബ്ദം കൊണ്ട്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വസ്തുക്കൾ വഹിക്കുന്ന ഈ ഹിമാലയ പർവ്വതം വളരെ ആദരിക്കപ്പെടേണ്ടതാണ്. ഒന്ന്, ഏറ്റവും ശക്തമായിട്ടുള്ള സംസാര ഔഷധമായിട്ടുള്ള, ഭവ ഔഷധമായിട്ടുള്ള ഉമയെ ജനിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട്. മറ്റൊന്ന്, ഈ ലോകത്തിൽ നിന്ന് മോക്ഷം നേടാൻ വേണ്ടിയിട്ട് ഏതൊരാളെയാണോ ആശ്രയിക്കേണ്ടത് ആ ഗംഗാ നദിയെ ജനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട്. രണ്ടുപേരും ഏതാണ്ട് ഒരേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്, ഒരേ കർമ്മം തന്നെയാണ് ചെയ്യുന്നത്. രണ്ടുപേരും ശ്രീ പരമേശ്വരൻ്റെ പത്നിമാരുമാണ്. നമുക്ക് ഈ രണ്ട് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. അത്ര അവിരാസീത ചലാധിരാജേ ഭവൗഷധം ദിവ്യമുമാഭിധാനം വിഷോപഭോഗേപി യദാനുഭാവാദഭൂതപീഡ ശശിഖണ്ഡചൂഡ അസ്മിൻ വഹന്തീമരസ്രവന്തീം സവർണതാ നിൻഹുതരൂപഭേദാം ദൃഷത്പ്രഹാരപ്രഭവഃ പടീയാൻ പ്രവാഹഘോഷഃ പ്രകടീകരോതി. ധാരാളം കഥകൾ ഇതിലൊക്കെ പറയാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് രണ്ട് ശ്ലോകങ്ങളാക്കി ചുരുക്കിയിരിക്കുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ യഥാനുഭാവാത് എന്നുള്ള വാക്ക് എങ്ങനെയാണ് പിരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയണില്ല, മനസ്സിലാവണില്ല. യദനുഭാവാത് എന്നേ വേണ്ടു ശരിക്കും. ആരുടെ അനുഭാവം കൊണ്ടാണ് എന്ന് ചേർത്ത് പറയുമ്പോൾ യദനുഭാവാത് എന്നേ വേണ്ടു. പക്ഷെ ഇവിടെ യഥാനുഭാവാത് എന്ന് നീട്ടി പറയണത് കൊണ്ട് യഥ പ്ലസ് അനുഭാവാത് എന്നോ പറയേണ്ടി വരും. പക്ഷേ യഥ എന്നുള്ളൊരു വാക്ക് അവിടെ ചേരണമില്ല. ഏതായാലും ഇനി യദനുഭാവാത് എന്ന് പ്രയോഗിച്ചാൽ വൃത്തഭംഗം വരും. എന്തായാലും പൂർവികന്മാരായിട്ടുള്ള ഋഷിതുല്യന്മാരായിട്ടുള്ള കവികൾ പറഞ്ഞതല്ലേ, ഇതാണ് ഏതാണ്ട് അർത്ഥം ഇതാണ് വരണത് എന്ന് വ്യാഖ്യാനത്തിലും വ്യക്തമായിട്ടൊന്നും പറയണില്ല. അർത്ഥം ഇതാണ് വരണതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദേവിയുടെ അനുഭാവം കൊണ്ട് ശ്രീ പരമേശ്വരൻ വരെ വിഷം കഴിച്ചിട്ടും ഒരു കുഴപ്പമില്ലാതെ, പീഡകളൊന്നുമില്ലാതെ ജീവിച്ചിരിക്കുന്നു എന്ന അർത്ഥമാണ് വരണത്. സുന്ദരമായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.